നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പഴമൊഴിയുണ്ട്. നമ്മൾ കാണുന്നതെല്ലാം സത്യമായിരിക്കണം എന്നില്ല. നമ്മൾ കാണാത്തതും നമ്മുടെ ചുറ്റുപാട് തന്നെ ഉണ്ടാകാം. ഇന്നത്തെ ഈ കഥ ആ പഴമൊഴിയോട് വളരെ ബന്ധമുള്ളതാണ്. ഈ കഥ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം ഇത് വളരെ ഭയപ്പെടുത്തുന്നതും അതുപോലെ തന്നെ വളരെ രഹസ്യപരവുമാണ്. ഈ സംഭവം ഉണ്ടായ വ്യക്തിക്ക് ഈ രഹസ്യം മനസ്സിലാക്കാൻ പോലും കഴിയാതെ പോയി. അയാൾക്കൊരിക്കലും ഈ മിസ്റ്ററി സോൾവ് ചെയ്യാനായില്ല. അതേ കഥയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ കഥ മുഴുവനായും കേട്ടാൽ നിങ്ങൾക്ക് ഈ മിസ്റ്ററി സോൾവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെയും കാണുക. അല്ലെങ്കിൽ ഈ കഥയിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങൾ മിസ് ചെയ്യും. ഈ കഥ നടക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു സ്ഥലത്ത്, ഭൂമിയിലെ സ്വർഗം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത്. ശരിയാണ്, ഈ കഥ നടക്കുന്നത് കശ്മീരിലാണ്. നമ്മളിൽ ഓരോരുത്തരും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും, സ്വർഗം എന്ന് പറയുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് നരകത്തോട് സാമ്യമുള്ള സംഭവങ്ങൾ നടക്കുന്നു, എന്തുകൊണ്ട് ഇത്ര അക്രമവും ഹിംസയും രക്തപാതകവുമെന്ന്. എന്നാൽ ഈ കഥ അതിലും ഭീകരമാണ്. ഇത് യൂസഫ് എന്ന ഒരാളുടെ കഥയാണ്. വർഷങ്ങൾക്ക് ശേഷം കശ്മീരിലേക്ക് തിരിച്ചെത്തിയ ഒരാൾ. എന്നാൽ അങ്ങനെ വന്ന അയാളുടെ ജീവിതത്തിൽ ഒന്നല്ല, പല ഭയാനകമായ സംഭവങ്ങൾ നടന്നു. നിങ്ങൾക്കും ഈ കഥ കേൾക്കുമ്പോൾ ഭയം അനുഭവപ്പെടും. ഈ കഥ തുടങ്ങുന്നത് 2010 40 വയസ്സുള്ള യൂസഫ് ന്യൂയോർക്കിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നു അവന്റെ മാതാപിതാക്കളെ കാണാൻ. വർഷങ്ങൾക്ക് ശേഷം അവരെ കാണാൻ പോവുകയാണ്. അതുകൊണ്ട് അവൻ വളരെ ആവേശത്തിലാണ്. കാരണം വർഷങ്ങൾക്ക് മുൻപ് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതിനാൽ അവൻ ഇന്ത്യ വിട്ട് അമേരിക്കയിലേക്ക് പോകേണ്ടി വന്നു. ന്യൂയോർക്കിൽ പഠനവും ജോലിയും എല്ലാം ചെയ്തു. ഇന്ത്യയിലേക്ക് വരാൻ പലപ്പോഴും ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. ഒരു ദിവസം അവനൊരു ഫോൺ കോൾ വന്നു. അവന്റെ അച്ഛന്റെ ആരോഗ്യനില വളരെ മോശമാണെന്ന്. അത് കേട്ടവൻ സമയം കളയാതെ ഉടൻ ഇന്ത്യയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അവൻ ന്യൂഡൽഹി എയർപോർട്ടിലെത്തി. അവിടെ നിന്നും കശ്മീരിലേക്ക് പോകാൻ ഒരു കാർ എടുത്തു. അവൻ കശ്മീരിലെത്തുമ്പോൾ 20 വർഷത്തിനിടെ എല്ലാം മാറിയതുപോലെ തോന്നി. എന്നാൽ അവന്റെ പഴയ പ്രദേശം അവൻ വിട്ടുപോയതുപോലെ തന്നെ നിലനിന്നിരുന്നു. അവൻ ബാല്യത്തിൽ ബിസ്ക്കറ്റ് വാങ്ങിയ കട പോലും അതേപടിയുണ്ട്. ഇപ്പോൾ ആ കട നടത്തുന്നത് കട ഉടമയുടെ മകനാണ്. ഇത് കണ്ടപ്പോൾ യൂസഫ് വളരെ സന്തോഷപ്പെട്ടു. നേരെ അവൻ വീട്ടിലേക്ക് പോയി. വാതിൽ തട്ടി, പക്ഷെ ആരും തുറക്കുന്നില്ല. വീണ്ടും വീണ്ടും തട്ടിയെങ്കിലും ആരും തുറന്നില്ല. ഇപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം കൂടാൻ തുടങ്ങി. യൂസഫിനെ തന്നെ എല്ലാവരും നോക്കി നിന്നു. കാരണം അവൻ 20 വർഷങ്ങൾക്ക് മുൻപ് വീട് വിട്ടുപോയ ആളായിരുന്നു. ഇപ്പോൾ വാതിൽ തുറക്കാത്തത് കൊണ്ട് യൂസഫ് തിരിഞ്ഞു പോകാനായി ഒരുങ്ങി. അപ്പോഴാണ് പിന്നിൽ വാതിൽ സ്വയം തുറന്നത്. കാറ്റാകാം എന്ന് കരുതി അവൻ അകത്ത് കയറി. അകത്ത് കയറിയ ഉടനെ അവൻ സാധനങ്ങൾ താഴെ വെച്ച് അമ്മയെ വിളിച്ചു. 2-3 തവണ വിളിച്ചപ്പോൾ മറുവശത്തു നിന്നും ഒരു ശബ്ദം വന്നു. അത് ആദ്യ നിലയിൽ നിന്നാണ് കേൾക്കുന്നത്. യൂസഫ് ഓടിക്കൊണ്ട് മുകളിലേക്ക് ചെന്നപ്പോൾ അവന്റെ അമ്മ അച്ഛന്റെ പക്കൽ ഇരിക്കുന്നതാണ് അവൻ കണ്ടത്. ഇരുവരും വളരെ അസുഖാവസ്ഥയിലായിരുന്നു. അവരങ്ങനെ കണ്ടപ്പോൾ യൂസഫ് വളരെ ഇമോഷണലായി. ഒരു പക്ഷെ അവന് കുറ്റബോധം തോന്നിയിരിക്കാം. കുറച്ചു ദിവസത്തേക്കെങ്കിലും മാതാപിതാക്കളുടെ കൂടെ കഴിയാമല്ലോ എന്നൊരു സന്തോഷം അവനുണ്ടായിരുന്നു. എന്നാൽ ആ വീട്ടിലെ അവന്റെ ആദ്യ രാത്രി ഇത്ര ഭയാനകമായിരിക്കുമെന്ന് അവൻ ഒരിക്കലും അറിയില്ലായിരുന്നു. ആദ്യ രാത്രിയിൽ അവൻ വെള്ളമെടുക്കാനായി താഴേക്ക് അടുക്കളയിലേക്ക് പോയപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടു. വലതുവശത്ത് ജനാലക്കരികിൽ നിന്നാണ് ആ ശബ്ദം വന്നത്. അവൻ അവിടേക്ക് ചെന്ന് നോക്കി. കാറ്റടിച്ചെന്തെങ്കിലും ശബ്ദമുണ്ടാക്കിയതാകാം എന്നവൻ ആദ്യം കരുതി. പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ ജനാലയിൽ വിരലടയാളങ്ങൾ അവൻ കണ്ടു. അതെല്ലായിടത്തുമുണ്ട്. കൂടാതെ പുറത്താരോ നിൽക്കുന്നത് പോലെയും അവന് തോന്നാൻ തുടങ്ങി. എങ്കിലും തന്റെ തോന്നലായിരിക്കുമെന്ന് കരുതി അവൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ ഇരുണ്ട രാത്രിയിൽ പുറത്തുനിന്ന് ആരോ നിൽക്കുകയും വീടിനുള്ളിലേക്ക് നോക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പോലെ അവന് തോന്നി. ഇത് കണ്ട യൂസഫ് വളരെ പേടിച്ചു. അവന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളക്കുപ്പി താഴെ വീണു. അവൻ ഉടൻ തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഓടിപ്പോയി. തന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് അവൻ പോയി. അടുത്ത ദിവസം രാവിലെ യൂസഫ് തന്റെ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി താഴേക്ക് വെള്ളമെടുക്കാൻ പോയപ്പോൾ നമ്മുടെ ജനാലയിൽ 2 കൈയുടെ അടയാളം കണ്ടു. ആരോ പുറത്തുനിന്ന് വീടിനുള്ളിലേക്ക് നോക്കുന്നത് പോലെയും തോന്നി. എനിക്ക് വളരെ ഭയം തോന്നി. ഇതിന് അമ്മ പറഞ്ഞത്, അതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ വീടിന് സമീപം ഒരാൾ താമസിക്കുന്നുണ്ട്. അവന്റെ ഭാര്യ മരിച്ചതിനു ശേഷം അവന്റെ മാനസിക നില ശരിയല്ല. അവൻ ദിവസവും രാത്രിയും പകലും എപ്പോഴും ഇങ്ങനെ ചുറ്റിക്കറങ്ങാറുണ്ട്. ഇത് കേട്ടപ്പോൾ യൂസഫിന് ഒരല്പം ആശ്വാസം തോന്നി. താൻ കരുതിയതുപോലെ അത് മറ്റൊന്നുമല്ലല്ലോ, മനുഷ്യൻ തന്നെയല്ലേ. ആ ഒരു ആശ്വാസമായിരുന്നു അവന്. അടുത്ത ദിവസം തന്നെ അവൻ പുറത്തേക്ക് പോയി താൻ കണ്ട ആളെ കണ്ടെത്താൻ അവൻ ശ്രമിച്ചു. പക്ഷേ പിന്നീട് അയാളെ കാണാൻ സാധിച്ചില്ല. അന്നേ ദിവസം യൂസഫിനെ
ഒരു സുഹൃത്ത് പാർട്ടിക്ക് ക്ഷണിച്ചിരുന്നു. നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ കശ്മീരിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ തന്റെ ഉറ്റ സുഹൃത്തുക്കളെ കാണേണ്ട അവസരം അവൻ പാഴാക്കിയില്ല. അവൻ വീട്ടിൽ പറഞ്ഞിട്ട് ഇറങ്ങാനായി തുടങ്ങിയപ്പോൾ അച്ഛൻ അവനോട് വളരെ ഗൗരവമായി തന്നെ പറഞ്ഞു, നീ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ, പക്ഷേ രാത്രി 12 മണിക്ക് മുൻപ് നീ തിരികെ വീട്ടിലേക്ക് എത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ കാര്യം സംഭവിക്കും. ഇപ്പൊ യൂസഫ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇപ്പോഴാണ് വീട്ടിൽ നിന്നും ഒന്ന് പുറത്തേക്ക് പോകുന്നത്, ഇപ്പൊ തന്നെ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പറയണോ എന്ന്. അച്ഛൻ പറഞ്ഞത് അവൻ അത്ര കാര്യമായി എടുത്തിട്ടേ ഇല്ല. അവൻ നേരെ പാർട്ടിക്ക് പോയി. പാർട്ടിയിൽ അവൻ ഒരുപാട് എൻജോയ് ചെയ്തു. സമയം പോയതുപോലും അവൻ അറിഞ്ഞില്ല. ഇപ്പൊ സമയം 12 കഴിഞ്ഞിരുന്നു. ഇപ്പോ അവന്റെ അച്ഛൻ പറഞ്ഞത് അവൻ ഓർത്തു, എന്തായാലും രാത്രി 12 മണിക്ക് മുൻപ് വീട്ടിലെത്തണം. പക്ഷെ പാർട്ടി അപ്പോഴും തുടരുകയാണ്, എല്ലാവരും അവിടെ തന്നെയുണ്ട്. ഇപ്പോൾ ഞാൻ പോയാൽ അവരെന്തെങ്കിലും വിചാരിക്കുമോ? അങ്ങനെ അവൻ ആലോചിച്ചു. ഇപ്പോൾ അവന്റെ സുഹൃത്തായ ദാനിഷ് അവന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ബ്രോ, നീ ഇനി ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല, നീ ഉടൻ തന്നെ വീട്ടിലേക്ക് പോകണം. യൂസഫിന് ഇത് അല്പം വിചിത്രമായി തോന്നി. നീ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. ഈ സമയത്ത് ദാനിഷ് ഒരു ഭയപ്പെടുത്തുന്ന കഥ പറയാൻ തുടങ്ങി. നീ വന്ന വഴി അതൊരു സാധാരണ റോഡല്ല, അതാണ് ഗൗകഡൽ ബ്രിഡ്ജ്. അതൊരു ശപിക്കപ്പെട്ട ബ്രിഡ്ജാണ്. ആ പാലത്തിന് പഴയ ഒരു ചരിത്രമുണ്ട്. 1990-ൽ ഒരു രാത്രിയിൽ 50 പേർ അവിടെ കൊല്ലപ്പെട്ടു. ഇന്നും അർദ്ധരാത്രിയിൽ ആ വഴി കടന്നു പോകുന്നവർക്ക് അവിടെയുള്ള ആത്മാക്കളുടെ ശബ്ദം കേൾക്കാമെന്നും അവരെ കാണാമെന്നും പറയുന്നു. ഇത് കേട്ട് യൂസഫ് ചിരിച്ചു. ഇതെല്ലാം വെറും കഥ മാത്രമാണ് എന്ന് പറഞ്ഞ് അവനത് അവഗണിച്ചു. പാർട്ടി കഴിഞ്ഞപ്പോൾ സമയം രാത്രി 3 മണിയായി. യൂസഫ് ഒറ്റയ്ക്ക് കാറിൽ കയറി വീട്ടിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ദാനിഷ് പറഞ്ഞ കാര്യങ്ങൾ അവന്റെ മനസ്സിൽ വീണ്ടും ആവർത്തിച്ചു കേട്ടു. യൂസഫിന്റെ ഹൃദയം അല്പ വേഗത്തിൽ ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി. ദാനിഷ് പറഞ്ഞ ആ ഗൗകഡൽ ബ്രിഡ്ജ് ഇപ്പോൾ അവന്റെ മുന്നിൽ തന്നെയുണ്ട്. അവൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബ്രിഡ്ജിന്റെ സൈഡിലായി ഒരു ചെറിയ പെൺകുട്ടി നിൽക്കുകയാണ്. അവൾ കരയുന്നുണ്ട്. ഇത്രയും രാത്രി, ഇത്രയും ശൂന്യമായ സ്ഥലം ഒരു കുഞ്ഞു കരയുന്നത് കണ്ടപ്പോൾ യൂസഫിന് സംശയം തോന്നി, ഇത് മനുഷ്യനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന്. എന്നാൽ അവൻ ധൈര്യത്തോടെ കാർ നിർത്തി. പക്ഷെ കാർ നിർത്തിയ ഉടൻ ആ കരച്ചിൽ ഒറ്റയടിക്ക് നിശബ്ദമായി. പിന്നീട് അവൻ കാൽ ചുവടുകളുടെ ശബ്ദമാണ് കേട്ടത്. അവന്റെ കാറിനടുത്തേക്ക് ആരൊക്കെയോ നടന്നു വരുന്നത് പോലെ. യൂസഫ് പെട്ടെന്ന് അങ്ങനെ വിറച്ചു നിന്നു. അവൻ വിൻഡോ തുറന്നപ്പോൾ ആ ചെറിയ പെൺകുട്ടി അവിടെ നിൽക്കുകയാണ്. അവൾ പറഞ്ഞു, എൻ്റെ അമ്മയും അച്ഛനെയും കാണാനില്ല, ഞാൻ അവരെ അന്വേഷിക്കുകയാണ് എന്ന്. ഇതിന് യൂസഫ് ചോദിച്ചത്, നീ അവരെ എവിടെയാണ് കണ്ടത്? അവൾ ഒരു തടാകത്തെ കാണിച്ചു കൊടുത്തു. യൂസഫ് കാറിൽ നിന്നും ഇറങ്ങി ആ പെൺകുട്ടിയോടൊപ്പം നേരെ തടാകത്തിലേക്ക് പോയി. ആ തടാകത്തിൽ ചെന്ന് നോക്കിയപ്പോൾ 2 മൃതദേഹങ്ങൾ പൊങ്ങിക്കിടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ യൂസഫ് ഞെട്ടിപ്പോയി. അവൻ വളരെ പെട്ടെന്ന് അവരെ രക്ഷിക്കാനായി വെള്ളത്തിലേക്ക് ചാടാൻ പോകുമ്പോൾ ആ പെൺകുട്ടി അവന്റെ കൈ പിടിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, ഇവരെ നിങ്ങൾ രക്ഷിക്കും, പക്ഷെ മറ്റുള്ളവരെ? യൂസഫ് ഇപ്പോൾ അമ്പരന്നു. മറ്റുള്ളവരോ? അവൻ വീണ്ടും തടാകത്തിലേക്ക് നോക്കി. ഇത്തവണ അവിടെ 1-2 അല്ല, 40-50 മൃതദേഹങ്ങളുണ്ട്. അവന്റെ ശരീരം ഇപ്പോൾ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി. ഇത് യാഥാർത്ഥ്യമല്ല, ഒരു ഭീകരമായ ഒന്നാണെന്ന് അവൻ മനസ്സിലാക്കി. വേഗത്തിലോടി കാറിലേക്ക് കയറി. കാർ സ്റ്റാർട്ട് ചെയ്ത് വളരെ വേഗത്തിൽ അവൻ രക്ഷപ്പെട്ടു. പക്ഷെ അവൻ പോകുന്നിടമെല്ലാം രക്തം മാത്രം. വീട്ടിലെത്തി അവൻ വാതിൽ തട്ടി. ആരും തുറന്നില്ല. വീണ്ടും വീണ്ടും വാതിൽ മുട്ടിക്കൊണ്ടിരുന്നു. ആരും തുറക്കുന്നില്ല. അവൻ മനസ്സിൽ ചിന്തിച്ചു, അച്ഛനും അമ്മയും ഉറങ്ങിക്കാണുമോ? അതോ എന്നോട് ദേഷ്യമാണോ? നേരത്തെ വരാൻ പറഞ്ഞതല്ലേ, ഞാൻ എത്രയും വൈകിയത് കൊണ്ടാണോ വാതിൽ തുറക്കാത്തത്? പല ചിന്ത അവന്റെ മനസ്സിൽ വന്നു. അതോടൊപ്പം ഭയവുമുണ്ട്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ നടന്നു വരുന്നുണ്ട്. അയാൾ യൂസഫിനെ നോക്കാതെ വീടിന്റെ ജനലിലൂടെ അകത്തേക്ക് നോക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ യൂസഫിന് വല്ലാതെ ദേഷ്യം വന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇത് എന്റെ വീടാണെന്ന് അവൻ പറഞ്ഞു. ഇപ്പോൾ ആ മനുഷ്യൻ അവനോട് തിരിച്ചു ചോദിച്ചു, എന്ത് വീട്? ആരുടെ വീട്? ഇത് കേട്ട് യൂസഫ് പറഞ്ഞു, ഇവിടെ എൻ്റെ അമ്മയും അച്ഛനും ഉണ്ട്, ഇത് എൻ്റെ വീടാണെന്ന്. ഇപ്പോൾ ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വീട്ടിൽ 20 വർഷമായി ആരും താമസിക്കുന്നില്ല. പക്ഷേ നീ ഈയിടെയായി ദിവസവും ഇവിടെ വന്ന് വാതിൽ തട്ടുകയും ഒറ്റയ്ക്ക് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് യൂസഫ് നിശബ്ദമായി നിൽക്കുകയായിരുന്നു. അവൻ ചിന്തിച്ചു, യാഥാർത്ഥ്യം എന്താണ്? ആരാണ് ജീവനോടെയുള്ളത്? ആരാണ് ആത്മാവ്? ഇപ്പോൾ ആ മനുഷ്യൻ തുടർന്ന് പറഞ്ഞു, ഈ വീട്ടിലുള്ള ആളുകൾ പേടിച്ച് എന്നോട് പറഞ്ഞു നിന്നെ നോക്കിക്കൊള്ളാൻ. നിനക്ക് എന്തെങ്കിലും സംഭവിക്കാതിരിക്കാനാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇത് കേട്ട് യൂസഫ് വിശ്വസിക്കാൻ തയ്യാറായില്ല. അവൻ പറഞ്ഞു, ഇല്ല, നീ കള്ളം പറയുകയാണ്, ഇത് അസാധ്യം. ഇപ്പോൾ ആ മനുഷ്യൻ അവനെ ശാന്തമായി ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, നീ കഴിഞ്ഞ 20 വർഷമായി ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് നിനക്ക് ഈ സത്യം അറിയാത്തത്. 20 വർഷങ്ങൾക്ക് മുൻപ് നിന്റെ അമ്മയും അച്ഛനും ഇവിടെ നടന്ന ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ആ ദിവസം ഒരു 50-100 പേരോളം വെടിവയ്പിൽ കൊല്ലപ്പെട്ടു. അതിൽ നിന്റെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു.
അന്നു മുതൽ ഈ ഗൗകടൽ ബ്രിഡ്ജിൽ അവരുടെ ആത്മാക്കൾ ഇന്നും അലഞ്ഞു തിരിയുകയാണ്. അവർ കരയുന്നു, കൂവുന്നു, സഹായം ചോദിക്കുന്നു. അവരുടെ വിളി കേൾക്കുന്നവർക്ക് ഭയാനകമായ കാര്യങ്ങൾ ഇവിടെ കാണേണ്ടി വരും. എന്നിട്ട് അയാൾ പിന്നെയും പറഞ്ഞു, നീ ഇത്രയും ദിവസം സംസാരിക്കുന്നത് നിന്റെ മാതാപിതാക്കളോട് തന്നെയാണ്. പക്ഷേ അവർ ജീവനോടെ ഇല്ല. അവരുടെ ആത്മാക്കളാണ് ഇവിടെയുള്ളത്. ഒരു കാര്യം നീ മനസ്സിലാക്ക്, നിന്റെ ചുറ്റുമുള്ള ആളുകൾ, നിനക്ക് കാണുന്നവർ, അവരിൽ പലരും ജീവിച്ചിരിക്കുന്നവരല്ല. ഇത് കേട്ട് യൂസഫ് പൂർണ്ണമായും തകർന്നു പോയി. അവനെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്യാൻ തുടങ്ങി, ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും. അവനപ്പോൾ മനസ്സിലായി ആ മനുഷ്യൻ പറഞ്ഞത് സത്യമാണെന്ന്. അവൻ ഇതെല്ലാം ഒരു മോശം സ്വപ്നം പോലെ മറക്കാൻ ശ്രമിച്ചു. പക്ഷെ തൻ്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ആ ഒരു ദുഃഖം അതവന് സഹിക്കാനായില്ല. അവൻ തിരികെ ന്യൂയോർക്കിലേക്ക് തന്നെ പോയി. ഇന്നും കഥകൾ പറയുന്നത് കശ്മീരിലെ ഗൗകഠൽ ബ്രിഡ്ജ് ഇന്നും അത്ര ഭീകരമാണ്. രാത്രി 12 മണി കഴിഞ്ഞാൽ ആരും അവിടെ പോകാറില്ല. കാരണം അപൂർണമായ ആഗ്രഹങ്ങളോടെ മരിച്ച ആത്മാക്കൾ അവിടെ ഇന്നും അലഞ്ഞു തിരിയുന്നു. ഒരു സ്ഥലത്തും മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മാക്കളുടെ കഥകൾ അവിടെ ഉണ്ടെങ്കിൽ കഴിയുന്നത്ര വേഗം അവിടെ നിന്ന് മാറുക. കാരണം അവരുടെ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ നിങ്ങളുടെ വഴിയിലൂടെ പൂർത്തിയാക്കണം എന്നവർക്ക് തോന്നിയേക്കാം. ഈ കഥ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത് വെറും ഒരു മിസ്റ്ററി മാത്രമാണോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയാം. അടുത്ത ഏത് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെന്നുള്ളതും നിങ്ങൾക്ക് കമന്റിൽ പറയാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.